ഹായ് ഫ്രണ്ട്സ്, ഇന്നിതാ ചെക്കനതാ ബക്കറ്റായിട്ട് കയറിപ്പോന്നു. വേറെ ഒന്നുമല്ല, കുറച്ച് കുരുമുളക് പറിച്ചിട്ട് വരാൻ വിചാരിച്ചു. ഞാൻ ചെക്കനടുത്തൊരു ബക്കറ്റും കൊടുത്ത് പറിക്കട കുട്ടാന്ന് പറഞ്ഞിട്ട് ബക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അത് ഓരോന്നോരോന്നും ഇങ്ങനെ പറിച്ചിടുന്നുണ്ട്. കുരുമുളക് എന്ന് പറഞ്ഞാൽ നല്ല നൈസ് സാധനമാണ്. കുരുമുളക് ഇട്ട് വെച്ച കറി, നാവിൽ വെള്ളം. അപ്പോൾ ഇന്ന് നമ്മളെന്താക്കുക, രണ്ട് മരമുണ്ട് നമുക്ക്. അപ്പോൾ ആ കുരുമുളകെല്ലാം പറിച്ച് സെറ്റാക്കി ഉണക്കി അത് പൊടിച്ചെടുക്കുന്ന പരിപാടിയാണ്. ഒരു ദിവസം കൊണ്ട് നടക്കുന്നതല്ല, ഒരാഴ്ച ടൈമുണ്ട് കേട്ടോ സംഭവത്തിന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു മരത്തിൽ നിന്ന് കിട്ടിയ മുളകാണിത്. അപ്പോൾ നമ്മൾ അടുത്ത മരത്തിലേക്ക് ചെക്കനെ വിട്ടിട്ടുണ്ട്. ചെക്കൻ പറന്നടിച്ച് ഇതാ കയറുകയാണ്. അതാണ് കണ്ടോ, നോക്കുന്നുണ്ട്. വീഴുന്നതുകൊണ്ട് പേടിയുണ്ട്, പക്ഷേ കുഴപ്പമൊന്നുമില്ല, ഞാൻ താഴ്ത്തുന്നുണ്ട്. പിന്നെ അങ്ങനെ ഇതാ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പറിച്ച് ബക്കറ്റിലിടുന്നുണ്ട്. കുരുമുളക് വള്ളിയിലെ കുരുമുളക് പറിച്ച് ടാസ്ക് ഇങ്ങനെ കംപ്ലീറ്റ് ആയതുകൊണ്ട് നിൽക്കുമ്പോൾ വേറൊരു കുട്ടനെ ഓടി വന്നിട്ട് പറഞ്ഞു ഞാനും പറിച്ചുതരാം. അങ്ങനെ അവനും കൂടി ഹെൽപ്പ് ചെയ്ത് കുറേ അങ്ങ് പറിച്ച് തന്ന് ഏകദേശം നമുക്ക് ഒരു ബക്കറ്റോളം കിട്ടിയിട്ടുണ്ട് കുരുമുളക്. അങ്ങനെ ലാസ്റ്റുള്ള മൂന്നാമത്തെ വള്ളിയിൽ നിന്നും കുരുമുളക് പറിച്ച് ബക്കറ്റ് നമ്മൾ നിറയ്ക്കുകയാണ്. എന്തല്ലേ, അതിൽ ഉണങ്ങിയ കുരുമുളകും ഉണ്ട്, പച്ച കുരുമുളകുണ്ട്. അങ്ങനെ ബക്കറ്റും മൂത്ത് പഴുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ ആ രണ്ട് കൊലയും വെട്ടി ഒരു ബക്കറ്റ് നിറയെ കുരുമുളകും പറിച്ച് അത് സെറ്റാക്കാനുള്ള പരിപാടിയിലാണ് നമ്മൾ. കൊല അത്യാവശ്യം വലുപ്പമുള്ള കൊലയാണ്, എന്നാലും മൂത്തിട്ടുണ്ട്, മുറിച്ച് എടുത്തിട്ടുണ്ട്. അങ്ങനെ കുരുമുളകൊക്കെ ഇനി ആ കൊലയിൽ നിന്ന് വേർപെടുത്തണം, അതിനുള്ള പണിയാണ്. അതൊന്ന് നമുക്ക് കാണാം. അങ്ങനെ കുരുമുളക് ഓരോന്നോരോന്നായിട്ട് സെറ്റാക്കി ഇങ്ങനെ ചാക്കിലിങ്ങനെ വിരിച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ നമ്മളൊന്ന് എടുത്തിട്ടൊന്ന് വാഷ് ചെയ്യണം. ഇനിയിപ്പോൾ വാഷ് ചെയ്യാനുള്ള പരിപാടിയാണ്. വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന പൊടികളൊക്കെ കംപ്ലീറ്റ് പോകും. എന്നാലാണ് നമുക്ക് വെയിലത്തിട്ട് ഉണക്കിയിട്ട് അത് പൊടിക്കാൻ പറ്റും. അപ്പോൾ ഈ പച്ച കളറുള്ള കുരുമുളകൊക്കെ വെയിലത്തിട്ട് ഉണക്കി കറുത്ത കളറായതിനു ശേഷമാണ് നമ്മൾ സെറ്റാക്കും. അപ്പോൾ ഒരു ബക്കറ്റിലെടുത്ത് വെച്ചിട്ട് നമ്മൾ നല്ല വെള്ളം ഒഴിച്ച്, വെള്ളം അധികം നേരം വെക്കരുത്, കുറച്ച് പെട്ടെന്ന് തന്നെ നമ്മൾ എടുക്കണം, ഇല്ലെങ്കിൽ കുരുമുളക് ചീത്തയായി പോകും. അപ്പോൾ വെള്ളം ഒഴിക്കുന്ന ടൈം തന്നെ അടിയിലുള്ള, കണ്ടില്ലേ നിങ്ങൾ, അടിയിലുള്ള കംപ്ലീറ്റ് അഴുക്കുകളൊക്കെ മുകളിലേക്ക് വരും. അതൊക്കെ നമ്മൾ അരിച്ചെടുത്തതിന് ശേഷമാണ് പിന്നെ വെയിലത്തേക്ക് ഇടുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മൾ വാഷ് ചെയ്ത് വേറൊരു അരിപ്പയിലേക്ക് ഇങ്ങനെ ഒഴിക്കുന്നുണ്ട്. കണ്ടില്ലേ, അതിലുള്ള പൊടികളാണ് ഇതൊക്കെ. പിന്നെ അതൊക്കെ നല്ല വെള്ളത്തിൽ കഴുകി ഉണക്കി ഉഷാറാക്കിയിട്ട് വെയിലത്തിടാനുള്ള പരിപാടിയാണ് ഇനി. എന്ത് രസമല്ലേ കാണാൻ, പച്ച കളറിൽ. അങ്ങനെ അതൊക്കെ സെറ്റാക്കി ഈ വെയിലത്തൊരു ചാക്കി വിരിച്ചിട്ടുണ്ട്, അതിലേക്ക് ഇട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതിൻ്റെ ഉണക്കൽ പരിപാടിയാണ് ഇനി. ഇനിയിപ്പോൾ എന്തായാലും ഒരാഴ്ച കംപ്ലീറ്റ് വെയിൽ കൊണ്ട് കഴിഞ്ഞാലാണ് ഇത് ഉണങ്ങും. അങ്ങനെ വെയിലത്ത് ചാക്കിലാക്കിയിട്ട് ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം നമ്മളെടുക്കാൻ പോവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഒരാഴ്ച കഴിഞ്ഞപ്പോഴുള്ള അവസ്ഥയാണ് കുരുമുളകിൻ്റെ. ഏകദേശം സെറ്റായിട്ടുണ്ട്. നമുക്ക് ഇനി അത് പൊടിച്ചെടുക്കാനുള്ള പരിപാടി നോക്കാം. അതിനായിട്ട് നമുക്ക് ഒരു ജാർ എടുക്കുക. ജാറിലേക്ക് നമ്മൾ ഈ ഉണങ്ങിയ കുരുമുളക് അതിലേക്ക് നിറച്ചതിന് ശേഷം നമ്മളൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും വീട്ടിലെ ആവശ്യത്തിന് ഉപയോഗിക്കാം, പുറത്തും കൊടുക്കാം. പിന്നെ കുരുമുളകിനൊക്കെ നല്ല ഇപ്പോൾ വിലയാണ്. 50 ഗ്രാമിനൊക്കെ നല്ല പൈസ ഉണ്ട് ഇപ്പോൾ. ഇതെന്തായാലും നമുക്ക് മോശമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും കുരുമുളക് ഉണ്ടാവും. പെട്ടെന്ന് തന്നെ നമുക്ക് കുരുമുളക് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പോൾ ഇവിടുത്തെ 3 വള്ളിയിൽ നിന്ന് കിട്ടിയ കുരുമുളകാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനിയും വ്യത്യസ്തമായ ഓരോ വീഡിയോ നിങ്ങൾക്ക് വീണ്ടും കാണാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക്
വീണ്ടും കാണാം.